ജനുവരി 1 ബുധനാഴ്ച തിറവെള്ളാട്ട് മഹോത്സവം. നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് ജനുവരി 2 രാവിലെ 8 മണിക്ക് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ കെ വിഷ്ണു ഭാരതി സ്വാമികളുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായി എത്തുന്നു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ സമ്മേളനവും ഈ വർഷം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സംഘടനയുടെ അംഗങ്ങൾക്കുള്ള യാത്രയയപ്പും തളിക്കുളം GVHS സ്കൂളിൽ വെച്ച് നടന്നു. മുൻ MP TN പ്രതാപൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് KL മനോഹിത് അധ്യക്ഷനായി. KPSTA സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് TA ഷാഹിദ ടീച്ചർ യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. KPSTA വലപ്പാട് ഉപജില്ലാ സെക്രട്ടറി ഷബോൺ J താടിക്കാരൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റൈജു പോൾ, സംസ്ഥാന സമിതി അംഗം PV ശ്രീജ മൗസ്മി, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ലാൽ ബാബു ഫ്രാൻസിസ്, റവന്യൂ ജില്ലാ കൌൺസിലർ KS സൽമ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CP ജിൻഡോ, റവന്യൂ ജില്ലാ കൌൺസിലർ V ഉഷാകുമാരി, റവന്യൂ ജില്ലാ കൌൺസിലർ VG ഷൈൻ, വിദ്യാഭ്യാസ ജില്ലാ കൌൺസിലർമാരായ സനീഷ് അജിത് പ്രേം, റീഗൻ തോമസ്, ഉപജില്ലാ ട്രഷറർ ടോണി തോമസ് എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്ക് TN പ്രതാപൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പ്രഥമ ഹരിതജ്യോതി സംസ്ഥാന അധ്യാപക പുരസ്കാരം നേടിയ KL മനോഹിത്തിനെ ചടങ്ങിൽ അനുമോദിച്ചു. ഒരുപാട് നഷ്ടങ്ങളുടെ കൂടി കൊല്ലമായിരുന്നു 2024. ഡിസംബർ പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ല. അത് MT വാസുദേവൻ നായരായാലും ഡോക്ടർ മൻമോഹൻ സിംഗ് ആയാലും കേരളത്തിലും ഇന്ത്യയിലും നമ്മളൊക്കെ കൂടെ ജീവിച്ച് നമ്മളെല്ലാവരെയും മനസ്സിനകത്ത് അടയാളങ്ങൾ രേഖപ്പെടുത്തിയ നിരവധി മഹത് വ്യക്തികൾ നമ്മുടെ കൂടെ നിന്നും തിരിഞ്ഞു പോയൊരു വർഷമാണ് 2024. ഇതിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടായ വർഷമാണ് പതിവ് പോലെ. അതുകൊണ്ട് തന്നെ പോയ വർഷത്തെ സ്മരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞൊരു വർഷത്തെ തിരിഞ്ഞു നോക്കപ്പെടാൻ വേണ്ടി കഴിയട്ടെ എന്ന് പ്രത്യേകം ആശിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അധ്യാപകരായ നിങ്ങൾക്ക് അധ്യാപക രംഗത്തും കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒരുപാട് മനസ്സിനകത്ത് കുറിച്ച് വെക്കാവുന്ന അടയാളങ്ങൾ ഉണ്ടായി എന്ന് വരും.